എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കാണിക്കുന്നത് ഒരു റംബുട്ടാൻ്റെ ഒരു ചെടിയാണ്. ചെറിയൊരു ചെടിയാണ് കേട്ടോ, വെച്ചിട്ട് 1.5 വർഷം പോലും ആയിട്ടില്ല. ഈ വീഡിയോയും കുറച്ച് മുൻപെടുത്ത വീഡിയോയാണ്. ഇതിൻ്റെയൊക്കെ വിളവ് നമ്മൾ എടുത്തതാണ്. 2 ആഴ്ച മുമ്പ് റംബുട്ടാൻ്റെയൊക്കെ വിളവ് നമ്മൾ എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മളെടുത്ത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരെല്ലാവരും അത് കാണുക. അപ്പം ഇന്ന് ഇതിടാനുള്ള കാരണം ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത്. സാധാരണഗതിയിൽ ഇത്രയും ചെറിയൊരു ചെടിയിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെ കൊടുക്കാൻ പാടുള്ളതല്ല. ആ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് അത് ഗ്രൂം ചെയ്ത് ആ ചെടി കുറച്ചുകൂടി വലുതാക്കുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ വളത്തിൻ്റെ ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതിടുന്നത്. നമ്മുടെ ഗ്രീൻ ഗ്രാസ് എന്നിവയുള്ള വളമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫാമിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളമാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ ഫ്ലവറിങ്. നിങ്ങൾ ഈ ചെടിയുടെ വലിപ്പം നോക്കിക്കോ, വളരെ ചെറിയൊരു പ്ലാന്റാണ്. അതിൻ്റെ ബ്രാഞ്ചസ് മുഴുവൻ ഫ്ലവേഴ്സാണ്. എല്ലാ ബ്രാഞ്ചസും നോക്കിക്കോളൂ. ഏറ്റവും ചെറിയ ബ്രാഞ്ച് തൊട്ട് ഏറ്റവും വലിയ ബ്രാഞ്ച് വരെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും മുകളിൽ വരെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് നട്ട സമയത്ത് നമ്മുടെ ഗ്രീൻ ഗ്രാസ് എന്ന പേരുള്ള വളം ഇതിന് കൊടുത്തിരുന്നു. നമ്മുടെ കൗഡങ് വളമാണ്. വെച്ചൂർ പശുവിൻ്റെ കൾച്ചർ ചെയ്തെടുത്ത വളമാണ്. അതേപോലെ ഇതിൽ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഇത് അടങ്ങിയിട്ടുള്ള വളമാണ്. അതിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുകയും ഇത് കായ്ക്കാൻ വിടുകയും ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ചെടിയും ഈ രീതിയിൽ നല്ല റിസൾട്ട് തരും. നമ്മളിത് കൂടുതലും കായ്ക്കാൻ നിർത്തിയിട്ടില്ല. ഈ പൂക്കൾ കൂടുതലും കളയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇത് മുഴുവൻ കായ്ച്ചാൽ താങ്ങില്ല. എന്തായാലും അധികം കായ്ക്കാൻ പറ്റില്ല. കുറച്ചെണ്ണം നമ്മൾ കായ്ക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും കായ് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇത് കണ്ടോ, ചിലതൊക്കെ ഇപ്പം തന്നെ കായാവാനായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫ്ലവറിങ് നടക്കും, അതുപോലെ കായും പിടിക്കും. ഈ 2 കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു സംശയം ഇപ്പം ഇല്ല. ഇത് കണ്ടോ, നമ്മുടെ ഫാമിലെ തന്നെ ഈച്ചകളാണ് ഇതിനൊക്കെ പരാഗണമൊക്കെ ചെയ്യുന്നത്. ഒരു വിഷവും ചേർക്കാത്തത് കൊണ്ട് അതിനും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പലരും പറയുന്നൊരു കാര്യമുണ്ട്, റംബുട്ടാനൊക്കെ സാധാരണ ജൈവവളം ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് കിട്ടില്ല, രാസവളം തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പലരും പറയുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ജൈവവളം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ. നമ്മുടെ ജൈവവളം, അതായത് ഗ്രീൻ ഗ്രാസ് എന്ന ജൈവവളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 100% റിസൾട്ട് ഉറപ്പാണ്. ഇതിപ്പം ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ജൂൺ മാസം 7-ാം തീയതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമുക്ക് നല്ല വേനൽ മഴ കിട്ടിയിട്ടുണ്ട്, കനത്ത മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും റംബുട്ടാൻ ആകെ പരാജയമായിരുന്നു. വീട്ടിലൊക്കെ റംബുട്ടാൻ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ റംബുട്ടാൻ കൃഷിക്കാർക്കും നന്നായിട്ട് അറിയാം. എവിടെയും റംബുട്ടാൻ ഉണ്ടായിട്ടില്ല. മിക്കവർക്കും അത് തളർത്ത് പോവുകയാണ് ചെയ്തത്. നമ്മൾ ഫ്ലവർ ചെയ്യാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തപ്പം ഇതിന് ഇത്ര റിസൾട്ട് കിട്ടി. എത്ര കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത് കയറി അങ്ങ് കായ്ച്ചു. ഇത് കാണിച്ചത് റംബുട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് മറ്റുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും അതുപോലെ മാങ്ങയാണെങ്കിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റംബുട്ടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി നട്ടൊരു ചെടിയാണ്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ല വിളവ് കിട്ടുകയും ചെയ്തു. അതുപോലെ വേറെ വളമൊന്നും ഇതിന് കൊടുക്കാത്തതുമാണ്. നട്ട സമയത്ത് കൊടുത്തിരുന്നു, മാത്രമല്ല ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പം ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അധികം വലിപ്പം ഒന്നും ബ്രാഞ്ചസിനായിട്ടില്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് ഈ വലിപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പൂത്തു. നമ്മൾ വേറെ ഒരു വളവും കൊടുത്തിട്ടില്ല. ഓർഗാനിക് ആയിട്ടുള്ള ഗ്രീൻ ഗ്രാസിൻ്റെ വളം മാത്രമാണ് കൊടുത്തത്. സാധാരണ നമ്മൾ ചെടികളിലൊക്കെ ചാണകവെള്ളം ഒഴിക്കുമായിരുന്നു. എന്നാൽ നമ്മളിത് ഈ വളത്തിൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ആയതുകൊണ്ട് അതും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. ഫാമിലെ തന്നെ ഒരുപാട് തൈകളും പൂക്കളും വളങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പുതിയ വിവരങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം.
അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ യഥേഷ്ടം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ.